വാ 1 കിലോ 1 കിലോ മേലുണ്ടല്ലോടാ. 1 കിലോ മേലുള്ള നമ്മുടെ പ്ലസ് ഉണ്ട് എന്തായാലും. 1 കിലോ പ്ലസ് കാണും, കൺഫേം ആയിട്ട് കാണും. 1 കിലോ താഴെ പോകല്ലേ. അടിച്ച് 1 കിലോ അടുത്ത് കാണും കേട്ടോ. ഉണ്ട്. അയ്യോ 1.5 മുകളിലോട്ട് നോക്കിയാൽ മുതൽ ഒരു 2 കിലോ പ്ലസ് ഉണ്ട്. 3 കിലോയ്ക്ക് അടുത്തുണ്ട് എന്തായാലും. നൈസാണ്. ഹലോ മച്ചാന്മാരെ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു ഫിഷിംഗ് വീഡിയോയ്ക്ക് സ്വാഗതം. അപ്പം നമ്മുടെ ഇന്നത്തെ ഫിഷിങ്ങിൻ്റെ വീഡിയോ നമ്മൾ 2 പാർട്ടായിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. കാരണം അത്യാവശ്യം നല്ല രീതിയിൽ ലോങ് ഉള്ളതുകൊണ്ട്, നല്ല രീതിയിൽ മീനും അടിച്ചുകൊണ്ട് 2 പാർട്ടായിട്ടാണ്. അപ്പം നമ്മൾ ഇന്നത്തെ ഫിഷിങ്ങിൽ, അതായത് പാർട്ട് 1 പാർട്ട് 2 നമ്മൾ ഉപയോഗിക്കുന്ന ഫിഷിങ്ങിൽ നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മുടെ റിയൽ ഹണ്ടറിൻ്റെ 9 ഗ്രാം വരുന്ന 4.0 സെൻറ്റിമീറ്റർ വരുന്ന ന്യൂബക്ക് എന്ന് പറയുന്ന ഈ ഒരു മോഡലാണ്. കുറച്ച് കളേഴ്സ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. ഫോട്ടോസ് ഞാൻ സൈഡിൽ കൊടുത്തേക്കാം. അപ്പോൾ ന്യൂബക്ക് വെച്ചിട്ടുള്ള ഫിഷിംഗ് ആയിരിക്കും നമ്മൾ പാർട്ട് 1 പാർട്ട് 2 അത്യാവശ്യം നമുക്ക് നല്ല രീതിയിൽ മീനൊക്കെ അടിച്ചിട്ടുണ്ട്. നമുക്ക് കവറിൽ നിന്ന് ഇവരൊന്ന് എടുക്കട്ടെ കേട്ടോ. ഇതാണ് നമ്മുടെ ന്യൂബക്ക് ഫ്രോഗ്. കണ്ടു കഴിഞ്ഞാൽ കറക്റ്റ് ഒരു എലിക്കുഞ്ഞാന്നേ പറയത്തുള്ളൂ. ഫ്രോഗിൻ്റെ പ്രത്യേകതകൾ ഞാൻ എടുത്ത് പറയേണ്ട കാര്യമില്ല. ഡബിൾ സ്പിന്നർ ഫ്രോഗ്. ഇതൊരു കുഞ്ഞു ഫ്രോഗ്. റബ്ബർ ക്വാളിറ്റിയൊക്കെ പക്ക, ഒന്നും പറയാനില്ല. കാരണം മീൻ അടിച്ചിട്ടും പക്ക ക്വാളിറ്റി നമുക്ക് പറയാം. അപ്പം ഇത് വെച്ചുള്ള ഫിഷിംഗ് ആയിരിക്കും. അപ്പം നമുക്ക് നേരെ ടൈം കളയേണ്ട. അപ്പം നമുക്ക് നേരെ ഫിഷിങ്ങിലോട്ട് എടുക്കാം. അടുത്ത ആഴ്ച വല്ലതും, അടുത്ത ആഴ്ച ആറ്റിലായിരിക്കണം നമ്മൾ വന്നോണം മര്യാദയ്ക്ക്. അന്നേരം പിന്നെ കണ്ണ കുണ്ണ വീട്ടിൽ പോകണം, തൂറണം. നമ്മുടെ ന്യൂബക്ക് അവനെ പെടയാതെ ഇവിടെ ന്യൂബക്ക്. അയ്യോ ഓക്കെ ഇട്ടു. ഇത് നമ്മുടെ ന്യൂബക്കിലെ ഫസ്റ്റ് വരാൽ ഒരു 300 ഗ്രാം കാണും. 300 ഗ്രാം കാണും കേട്ടോ. 300. എടാ ബാ, ഞാൻ ഞാൻ പറയാം, എന്നിട്ട് എടുക്കാവേ. അതങ്ങ് മാറ്റി വെക്ക്. നമ്മുടെ ഫസ്റ്റ് വരാം ന്യൂബക്കിൽ. ഓക്കെ, അധികം അങ്ങോട്ടും ഇങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ വരൽ തറയെ പോയാൽ മൂഞ്ചിപ്പോ. അങ്ങോട്ട് ഇങ്ങനെ എടുത്ത് ബാഗ് ആയിട്ട് ന്യൂബക്കിൽ 2ാമത്തെ വരാൽ. കെട്ടാണല്ലോ, കൊല്ലിയിലോട്ടാ മാറ്റി. നമ്മൾ ഇന്നലെ മീനടിച്ച സ്പോട്ടിലോട്ട് നടക്കുകയാണ്. അങ്ങോട്ട് നടന്ന് നോക്കാം. കാരണം നമ്മൾ ഇന്നലെ ഒരെണ്ണം നമുക്ക് അടിച്ച സ്പോട്ട് രാവിലെ അടിച്ചിട്ട് ഒന്നുമില്ല, വലിയ ആക്ടിവിറ്റി പോലും ഇല്ല. ചിലപ്പോൾ തണുപ്പിൻ്റെയൊക്കെ ആയിരിക്കും കേട്ടോ. എപ്പോഴും ആക്ടിവിറ്റീസ് നമുക്ക് ഒരേപോലെ ആകണമെന്നില്ല. ചില സമയങ്ങളിൽ ആക്ടിവിറ്റി ഒട്ടും കാണത്തില്ല. ചില സമയങ്ങളിൽ ഒരു 8 മണി 9 മണി തൊട്ടായിരിക്കും ആക്ടിവിറ്റി വന്ന് തുടങ്ങുന്ന പോയി. അതൊന്നും പറയാൻ പറ്റത്തില്ല നമുക്ക് ഇപ്പോഴൊക്കെയാണ്. അത് മീനിൻ്റെ കാര്യമാണ്. അപ്പം ഇവിടെയൊക്കെ ഇന്ന് നോക്കുന്നുള്ളൂ. ഇവിടെ എല്ലാം കിട്ടുവാണെങ്കിൽ കിട്ടട്ടെ, ഇല്ലെങ്കിൽ തിരിച്ച് വീട്ടിൽ കയറാം. ഇവിടെയൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. Fish on.
वियतनाम बराल्स नूबक के लिए हमारा सेकंड डे രണ്ടാമത്തെ ദിവസത്തെ ആദ്യത്തെ തരം പെടയാതെ ചുമ്മാ ആയിരുന്നു പെടയാതെ എന്തോ പെടഞ്ഞിട്ട് കാര്യം എന്തോ മോനെ. ഇവിടെ നിന്ന് ആദ്യം നമുക്ക് ഒരെണ്ണം അടിച്ചായിരുന്നു കേട്ടോ. പക്ഷേ അത് ജസ്റ്റ് വന്ന് അവനൊരു അടി അടിച്ചിട്ട് അങ്ങ് പോയുള്ളൂ. ഫ്രോഗ് എടുത്തില്ലായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ അപ്പുറത്തുനിന്ന് അടിച്ച്. നല്ല ഹുക്കപ്പ് എന്ന് വെച്ചാൽ നല്ല രീതിയിലായിട്ടുണ്ട് കേട്ടോ. ചെറിയ പ്ലെയറാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. ഓക്കെ ഫൈൻ. ഒരു 1/4 കിലോ മേലുണ്ട്. റോഡിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇത്രയുണ്ട്. ഇവിടെ വരെ ഇല്ല, ഇത്രയേ ഉള്ളൂ. ഓക്കെ, വിയറ്റ്നാം വരാലാണ്. ഓക്കെ ഫൈൻ, നമുക്ക് ഇതിനെ എടുത്തേക്കാം. അപ്പോൾ ഇവനെ കെട്ടിയിട്ട് അവിടെ കുറച്ച് വെള്ളമുണ്ട്, അങ്ങോട്ട് കിടക്കട്ടെ. കേൾക്കുന്നത് മതി. എൻ്റെ ബാഗ് അടച്ചിട്ടുണ്ട്, അദ്ദേഹത്തെ ബാഗ് ഇങ്ങോട്ടിരിക്കട്ടെ. ആഹാരമെങ്കിൽ ഇവിടെ നിന്ന് കിട്ടിയല്ലോ. ഓക്കെ, നമ്മൾ ഹാപ്പി. വേറെ വല്ലയിടത്തും പോയി കഴിഞ്ഞാൽ വളരെയധികം തേമ്പലാണ്. അടുത്ത മഴ വരുന്നു. മഴയ്ക്ക് മുമ്പ് കൂട്ടിൽ പ്രവേശിക്കട്ടെ. നിന്ന് കഴിഞ്ഞാൽ നനയും. ഇതിൻ്റെ ആക്ടിവിറ്റി ഇന്ന് കുറവാണ്, വെള്ളം ഇച്ചിരി കൂടിയിട്ടുണ്ട്. അത് നമുക്ക് ഒരെണ്ണത്തിൽ ഇത് കിട്ടി. അപ്പം ഞാൻ ഇന്നിവിടുന്ന് കയറാം. കാരണം ഇല്ലെങ്കിൽ മഴ പെയ്ത് ഞാൻ ചിലപ്പം കുളമായി പോകും. റെയിൻകോട്ടും എടുത്തിട്ടില്ല. സോ ചെറുത് നമുക്കിവിടുന്ന് വലിയ ഓക്കെ വലിയ ചെറിയൊരു ഗ്യാപ്പിന് വേണ്ടിയുള്ളൊരു പോക്ക്. ഇതെന്നുണ്ടെങ്കിൽ അങ്ങനെ പറ്റൂ. വാ, ഷോൺ മീനുണ്ട് കഴിച്ച്. കുത്തി ചെറുമീന. കിട്ടുമോ ഇല്ലയോന്ന് ഉറപ്പില്ല. നമുക്ക്. ഇവിടെ വരെ വന്നിട്ടുണ്ട്. വാ, ഈ ന്യൂബക്ക് ചേരാൻ 1 കിലോ ഉണ്ട്. നമ്മുടെ 1 കിലോ 1 കിലോ മേലുണ്ടല്ലോടാ. 1 കിലോ മേലുള്ള നമ്മുടെ ചേറാൻകുട്ടൻ. ആദ്യം ഒന്ന് അടിച്ചു, അവന് കിട്ടിയില്ല. രണ്ടാമതൊന്ന് പൊട്ടിച്ചു നമുക്കിട്ട്. അടിയെന്ന് വെച്ചാൽ ചെറിയ അടിയായിരുന്നു കേട്ടോ. നൈസ് അടിയായിരുന്നു. നമ്മുടെ ന്യൂബക്ക് ചക്കത്തിരിക്കാൻ കണ്ടോ. നമുക്കിനെ എടുക്കാം. ഓക്കെ, കൊള്ളാം കേട്ടോ സൈസ്. ഓക്കെ, ആഫ്റ്റർ എ ലോങ് ടൈം ചെറുമീൻ അല്ലേ. കുറേ നാൾക്ക് ശേഷം ചെറുമീൻ അടിക്കും ഞങ്ങൾക്ക്. ചെറുമീനൊക്കെ വളരെ അപൂർവം ഞങ്ങൾക്ക് കിട്ടുന്നത്. നമ്മുടെ ഫ്രോഗ് ന്യൂബക്ക് 1 കിലോ പ്ലസ് ഉണ്ട് എന്തായാലും. 1 കിലോ പ്ലസ് കാണും, കൺഫേം ആയിട്ട് കാണും. 1 കിലോ താഴത്തില്ല.
അയ്യേ ഫിഷ് ഓൺ വരാല ചെറു അയ്യോ പോയി പോകല്ലേ യെസ് നമ്മളെ വരാ പോകല്ലേ ഇതൊന്നും പോകത്തില്ല അതൊക്കെ നല്ല ഹുക്കപ്പ് ആയിട്ടുണ്ട് വിയറ്റ്നാം കേട്ടോ വിയറ്റ്നാം കുറച്ചും പേരെണ്ണം പോയി അത് ശരിക്കും എടുത്തില്ലായിരുന്നു അതാ സംഭവം ഇത് കുഴപ്പമില്ല കേട്ടോ അതൊക്കെ എടുക്കാമെന്ന് വരിക ഇവനൊക്കെ എടുക്കാം അടുത്ത് കൊല്ലിയിലോട്ട് തട്ടാം നമ്മൾ അടുത്ത ദിവസം ഇറങ്ങിയാണ് മഴയൊക്കെ മാറി മഴ മാറിയെന്നല്ല മഴ ഇന്ന് ഇച്ചിരി രാവിലെ പെയ്തില്ല അപ്പോൾ അതുകൊണ്ട് രാവിലെ നമ്മൾ ഇതും കൊണ്ട് ഇറങ്ങി നമ്മളിവിടുത്തെ വെള്ളമൊക്കെ ഇച്ചിരി ആയിട്ടുണ്ട് കേട്ടോ സ്വല്പം ഇച്ചിരി വെള്ളം കൂടിയിട്ടുണ്ട് അപ്പം മീനിൻ്റെ ആക്ടിവിറ്റീസ് ഒന്നും നമുക്ക് കാണുന്നില്ല രാവിലെ ആക്ടിവിറ്റിയേ കാണുന്നില്ല ഒരുമാതിരി ചത്ത് കിടക്കുന്ന അവസ്ഥ പിന്നെ നമുക്കെന്തായാലും നോക്കാം പിന്നെ ഇവിടെ വെള്ളം ഇച്ചിരി കൂടുമ്പോൾ മീൻ നല്ല രീതിയിൽ മറിയുന്ന ഒരു സ്ഥലമാണ് നമുക്കിവിടെ മീൻ അടിച്ചില്ലെങ്കിലും മീൻ നല്ല രീതിയിൽ മറിയേണ്ടതാണ് പക്ഷേ എന്താണെന്നറിയില്ല അനക്കമൊന്നുമില്ല അപ്പം നമുക്കെന്തായാലും നോക്കാം വല്ലതും കിട്ടുമോ ഇല്ലയോ എന്ന് ഇന്നൂടെ കിട്ടുവാണെങ്കിൽ നമ്മൾ ന്യൂബക്കിൻ്റെ ഫുൾ വീഡിയോ കംപ്ലീറ്റ് ആക്കാനാണ് അപ്പോൾ നമുക്കെന്തായാലും നോക്കാം ആഹാ മുമ്പ് ആഹാ അടിച്ച് ആ നല്ല മീന ചെറുമീനാണ് ഒരു കിലോയ്ക്ക് അടുത്ത് കാണും നമ്മുടെ രാവിലത്തെ ചെറുമീൻ നമ്മുടെ ഫ്രോഗ് നമ്മുടെ ന്യൂബക്ക് 1 കിലോയ്ക്ക് അടുത്ത് കാണും കേട്ടോ നമുക്ക് റോഡിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ തൊട്ട് റെയിൽ സീറ്റിൻ്റെ പോഷൻ വരെ ഉണ്ട് 1 കിലോയ്ക്ക് അടുത്ത് കാണും 1 കിലോയ്ക്ക് കൂടുതലൊന്നുമില്ല 1 കിലോയ്ക്ക് അടുത്തുള്ള ചെറുമീൻ ഓക്കെ നമുക്കിങ്ങനെ കൊല്ലിലോട്ട് മാറ്റാം ഓക്കെ നമുക്കിപ്പം കാസ്റ്റിംഗ് തുടരാം ഒരെണ്ണം കിട്ടിയോണ്ട് ഐ ആം വെരി ഹാപ്പി ഇത് നമ്മൾ മഴയത്ത് ഞാൻ അറിയാൻ പോവാണ് ഞാൻ അവിടെ ഒരുത്തനുണ്ട് നല്ല ഒരുത്തൻ ഇപ്പം മീനെ ഓടിച്ച് ചേറാനാന്ന് തോന്നുന്നു അവിടെ ഇല്ലാതെ ചിലപ്പോൾ അവൻ അടിച്ചാൻ പക്ഷെ പറയാൻ മഴയൊന്നും ചിലപ്പോൾ കയറി പൊട്ടിക്കും കേട്ടോ
ഉണ്ട് 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 ഉണ്ട്. ചെറുമീനം കേട്ട ഉണ്ട് ഉണ്ട്. ഓ ഓ ഓ ഓ ഓ ഓ ഓ. ഈ ഹുക്കർ മുറ എടുത്തോ. ആ ഇത് ഡ്രായി പിടിച്ചു. അയ്യോ രണ്ട് സംതിങ് ഉണ്ട്. ആ സൈഡിൽ ഇങ്ങനെ എഴുതി വരും. 1.5 മുകളിലോട്ട് നോക്കിയാൽ മതി. സ്റ്റീലിൻ്റെ അവിടെ നോക്കാൻ നമ്മുടെ ന്യൂബക്കിലെ നമ്മുടെ വെള്ളം പൊങ്ങിയപ്പോൾ ഫസ്റ്റ് ചെറുമീൻ ഒരു സൈസ് അത് മുതൽ ഒരു 2 കിലോ പ്ലസ് ഉണ്ട്. 3 കിലോയ്ക്ക് അടുത്തുണ്ട് എന്തായാലും. നൈസാ. അടിച്ചിട്ടുണ്ട്. ഒരാൾ ഇത് നമ്മുടെ ന്യൂബക്കിലെ വൈകുന്നേരത്തെ രണ്ടാമത്തെ നല്ല രീതിയിൽ ആശാൻ വിഴുങ്ങിയിട്ടുണ്ട്. ഫ്രോക്കകത്ത് കയറ്റി ഒറ്റ അടിക്ക് തന്നെ. ഓക്കെ ഫൈൻ, നമുക്കിതിനെ മാറ്റാം. കണ്ടല്ലോ നമ്മുടെ ന്യൂബക്ക് വെച്ചിട്ടുള്ള ഫിഷിങ് സംഭവം അടിപൊളിയാണ്. അപ്പോൾ ഫ്രോഗ് വേണ്ടവർക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യാം. ഫ്രോഗ് ഫ്ലോട്ടിംഗ് അല്ല, പക്ഷേ ഫ്രോഗ് വലിച്ചു കഴിയുമ്പോൾ പക്ക ഫ്ലോട്ടിംഗ് ആണ്. ഫ്രോഗിന് ഡാമേജോ കാര്യങ്ങളൊന്നും നമുക്ക് ഇത്രയും മീൻ അടിച്ചത് കണ്ട ചെറുമീൻ വരെ അടിച്ചത് പോലും നമുക്ക് ഡാമേജോ കാര്യങ്ങളൊന്നും അധികം ഉണ്ടായിട്ടില്ല. അത് നമുക്ക് കാരണം കുഞ്ഞു വരാൽ വരെ കയറി നല്ല രീതിയിൽ കയറി അറ്റാക്ക് ചെയ്യുന്നുണ്ട് ന്യൂബക്കിൽ. ഇവരെ ഫ്രോഗുകളെല്ലാം ഓൾമോസ്റ്റ് എല്ലാം ചെറുതാണ്, ചെറിയ ടൈപ്പാണ്, 10 ഗ്രാം വരെ ഉള്ളത്. അപ്പോൾ ഫ്രോഗ് വേണ്ടവർക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യാം. സോ നെക്സ്റ്റ് ഫിഷിംഗ് വീഡിയോ കാണുമ്പോഴേ നമ്മുടെ എല്ലാവരും ബാംഗ്ലൂർ മത്സ്യമാർക്കും